ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഇപ്പം ചൊല്ലിയത് ശ്ലോകം വൈഷ്ണവഗീതത്തിലെ എത്രാമത്തെ പേജാന്നറിയാമോ മാതാജിക്ക്? ഇപ്പം മാതാജി ചൊല്ലിയ ആദ്യത്തിൽ തന്നെ ഉണ്ട് മംഗളാചരണം എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തിൽ തന്നെ ഉണ്ട് വൈഷ്ണവ ഗീതങ്ങളിൽ കേട്ടോ. കണ്ടു. ഹരേ കൃഷ്ണ. ശ്രീ ഗുരു ഗുരു ശ്രീയുത കമലവക ഉണ്ട് മാതാജി, കണ്ടു. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരുവിൽ നിന്നുള്ള 18 ദിവസത്തെ ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് 10ാം ദിവസത്തിലേക്ക് അല്ലെ 10ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. വിഭൂതി വിസ്തര യോഗം, ഐശ്വര്യ യോഗം. വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, അതന്നെയാണ്. അപ്പോ ഭഗവാന് ഷഡൈശ്വര്യ സമ്പൂർണനാണ് ഭഗവാൻ എന്ന് നമ്മൾ മുമ്പേയും കണ്ടു അല്ലെ. വീര്യം, യശസ്, ജ്ഞാനം, സൗന്ദര്യം, സമ്പത്ത്, വൈരാഗ്യം ഇവയൊക്കെ സമ്പൂർണമായിട്ട് അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തില് അതാണ് ഭഗവാൻ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഇന്നലെ 9ാം അധ്യായം നമ്മൾ കണ്ടു. ഭഗവാനെ കുറിച്ച് അത്യന്തം രഹസ്യമായിട്ടുള്ള കാര്യങ്ങള് അല്ലെ, രാജവിദ്യ, രാജഗുഹ്യമായിട്ടുള്ള അറിവ് പകർന്നു തന്നു ഭഗവാൻ. യോഗശക്തി, വിഭൂതികളെല്ലാം. ആരാണ് മൂഢൻ, ആരാണ് മഹാത്മാവ്, ഇതൊക്കെ ഇന്നലെ കണ്ടു. ജ്ഞാനികൾ ഏതു വിധമാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി. മറ്റു ദേവതകളെ, അന്യദേവതകളെ യജിക്കുന്നവരുടെ ഗതി എന്താണ് എന്ന് പറഞ്ഞു. ശരിയായ രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും ധന്യമായിട്ടുള്ള ഉജ്ജ്വലമായ ഒരു ശ്ലോകം അല്ലെ, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. 4 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി ഭഗവാനെ പ്രാപിക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാ?
മന്മന, എന്നെ മനസ്സിൽ എപ്പോഴും കരുതുക. ഭവമദ്ഭക്ത, എന്റെ ഭക്തനാവുക. പിന്നെയോ മന്മനാ ഭവമദ്ഭക്തോ മദ്യാജി, എന്നെ യജിക്കുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക. പിന്നെയോ എപ്പോഴും എന്നിൽ മനസ്സൂന്ന, അങ്ങനെയുള്ളവർക്ക് വേഗത്തിൽ എന്നെ പ്രാപിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. അത് ചെയ്യല്ലേ വേണ്ടു നമുക്ക്. അപ്പോ എത്ര എളുപ്പമാണ്. ഭഗവത്ഗീതയുടെ ഹാഫ് പോർഷൻ നമ്മളിപ്പോ പിന്നിട്ടു അല്ലെ. 9 അധ്യായങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ശ്രീകൃഷ്ണന്റെ കട്ട ഫാൻസായി മാറി അല്ലേ. ഇനി പകുതി കൂടി പഠിക്കുമ്പോഴോ അല്ലേ. അപ്പോ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയെന്ന് ഈ അധ്യായം നമുക്ക്, ഈ വിഭൂതി ഐശ്വര്യ യോഗം എന്നുള്ള അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എല്ലാ സമയവും ഭഗവാനെ എങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റും അല്ലെ. ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാതിരിക്കണം. സാധാരണ നമ്മൾക്ക് എന്തിന്റെ കുറിച്ചിട്ടാ ചിന്ത വരിക? ഈ ഭൗതിക വസ്തുക്കളെ കുറിച്ചിട്ടാണ് അല്ലെ ചിന്ത ഉണ്ടാവുക. ഭഗവാന്റെ അതീന്ദ്രിയതയെ കുറിച്ച് ചിന്തിക്കാനുള്ള പരിശീലനം, പ്രാക്ടീസ് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇപ്പോ ഇവിടെ ഈ അധ്യായത്തില് ഭൗതിക വസ്തുക്കളിലൊക്കെ ഭഗവാന്റെ ശക്തി അല്ലെങ്കിൽ ഭഗവാന്റെ പ്രാതിനിധ്യം അത് ഇവിടെ കാണാനാവും. അങ്ങനെ ഭൗതിക ചിന്തകളെ നമുക്ക് ഭഗവത് ചിന്തകളാക്കി മാറ്റണം. അപ്പോ ഭഗവാന്റെ പ്രധാന വിഭൂതികളെ അറിയാം, ഭഗവാനെ സദാ ഓർക്കാം. ഭഗവാന്റെ വിഭൂതികള് നമ്മളെ അറിയും തോറും ആനന്ദം കൂടും, നമുക്ക് ആശ്ചര്യം തോന്നും, കൃഷ്ണഭക്തൻ എന്നതിൽ അഭിമാനം തോന്നും നമുക്ക്. അപ്പൊ നമ്മുടെ ഉള്ളിലും ആ സത്യം തന്നെയാണ് അല്ലെ. പ്രകൃതി നിയമം ഒക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കാം. ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല നമുക്ക് ചുറ്റും എന്നറിയുക. ശ്രേഷ്ഠ ചിന്തകൾ ഉണ്ടാവട്ടെ, ആധ്യാത്മിക പുരോഗതി ഉണ്ടാകട്ടെ എല്ലാവർക്കും. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ആരാധന ചെയ്തുകൊണ്ട് നമുക്കും ഭഗവാനിലേക്ക് ചേരാം അനന്യഭക്തിയോടെ. ഹരേ കൃഷ്ണ. പോകാം 10ാം അധ്യായത്തിലേക്ക്. ഹരേ കൃഷ്ണ. അധ്യായം 10 വിഭൂതി യോഗം. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ ശ്ലോകം ഭഗവാനാണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയ. പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, മഹാബാഹോ എന്നാണ് അല്ലെ, കൈക്കരുത്തുള്ളവൻ. നിന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം, കേൾക്കൂ. ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. അപ്പൊ ഓരോ തവണയും ഭഗവാൻ കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള അറിവാണ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പറയാണ്, ഇപ്പൊ നീ എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് നിന്റെ നന്മയ്ക്കായിട്ട് ഇനിയും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് പറയാണ്. ഉത്തമമായ ജ്ഞാനം കൂടെ ഞാൻ നിനക്ക് തരാം. ഇപ്പൊ ഭക്തനെ ഭഗവാന് കൂടുതൽ ഇഷ്ടമാണ് അല്ലെ. അതിനാലാണ് അർജുനനോട് പറയണത്, എന്നെ കുറിച്ചുള്ള രഹസ്യം ഉണ്ടല്ലോ അത് നിനക്ക് ഞാൻ ഇനിയും പറഞ്ഞു തരാം എന്ന്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ മനുഷ്യനാട്യത്തിൽ ഇവിടെ അവതരിച്ച ആ ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിലെ മണ്ണ് തിന്നുന്ന ആ കൃഷ്ണനോട്, ഉണ്ണിക്കണ്ണനോട് വായ തുറക്കാൻ പറഞ്ഞപ്പോഴ് പൂർണ്ണ പ്രപഞ്ചമാണ് അതിൽ കണ്ടത് അല്ലെ. അന്നേ അറിയാം കൊച്ചു കണ്ണന്റെ അത്ഭുതമൊക്കെ. ഇപ്പോ നമ്മളിപ്പോ ഒരു കൊച്ചു കുട്ടി എങ്ങനെയാ തന്റെ പിതാവിനെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തിയ മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. അതുപോലെ ഭഗവാനെ കുറിച്ച് അറിയാൻ നമ്മളെ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഭഗവാനെ കേൾക്കുക തന്നെ വേണം. ഭഗവാൻ പറയുന്നത് ശ്രവിക്കണം. അപ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റുക. ഇപ്പൊ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴ് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ പോലും പലർക്കും സാധിച്ചിട്ടില്ല അല്ലെ. ദുര്യോധനാദികള് അല്ലെ, കംസൻ, ശിശുപാലൻ, ദന്തവക്രൻ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. ഇവിടെ എന്താ ചെയ്യണത്? അർജുനൻ ഭഗവാൻ എന്താണോ പറയണത് അതൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കോട്ടുവായിട്ട് ഇരിക്കുമൊന്നുമല്ല. ഇപ്പോ അറിവ്, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടുമ്പോൾ എന്താ ഉണ്ടാവണത്? ഈ വെണ്മയമായ ജഗത്തുണ്ടല്ലോ അത് ചിന്മയമായിട്ട് മാറും. ആനന്ദഭദ്രമായിട്ടുള്ള അനുഭൂതിയിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുക.
ഹരേ കൃഷ്ണ. രണ്ടാമത്തെ ശ്ലോകം. ന മേ വിദുസുരഗണ പ്രഭവം ന മഹർഷയ അഹമാതിർഹി ദേവാനാം മഹർഷീണാം ച സർവശ. എന്റെ ഉത്പത്തി, വിഭൂതി എന്നിവയെപ്പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെ എല്ലാം ഉദ്ഭവസ്ഥാനം ഞാനാണ്. ഭഗവാൻ പറയാണ്, ഭഗവാന്റെ ഉത്പത്തിയോ വിഭൂതിയോ ഒന്നും ദേവന്മാർക്കോ ഋഷികൾക്കോ പോലും അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെയൊക്കെ ഉത്ഭവസ്ഥാനം ഭഗവാനാണ്. ആദ്യം ഉണ്ടായത് ആരാ? ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് പിന്നെ ദേവന്മാര് ഋഷികൾ പോലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് പോലും ഭഗവാന്റെ ഉൽപ്പത്തിയോ വിഭൂതിയെ കുറിച്ചോ ഒന്നും അറിയാൻ വയ്യ എന്ന് പറയാണ്. അപ്പൊ ഇവിടുത്തെ പിക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അല്ലെ? ഇവിടുത്തെ പിക്ചർ നോക്കൂ. ഇത് ഹസ്തിനപുരത്തിലേക്ക് സന്ധി സംഭാഷണത്തിനായി ശ്രീകൃഷ്ണൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കുകയാണ്. അപ്പോ വിശ്രമിക്കുകയാണ് വേളയില് ദുര്യോധനൻ വന്ന് അവിടെ തലയുടെ അവിടെ ചെയറിൽ ഇരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ അർജുനൻ വന്നു. അർജുനൻ കാൽ കീഴില് അവിടെ നിലത്തിരുന്നു. ഓ, കൃഷ്ണൻ കണ്ണു തുറന്നു നോക്കുമ്പോ അർജുനനെ കണ്ടു. ഓ അർജുന, താൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, അല്ല, ഞാനാണ് മുമ്പ് വന്നത് എന്ന് പറഞ്ഞു. ഓ ശരി. അങ്ങനെ രണ്ടുപേരും ഇനിയിപ്പോ യുദ്ധം അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ്. അപ്പോ എന്ത് വേണം? ഞാൻ ഒറ്റയ്ക്ക് ആയുധമെടുക്കാതെ ഒരു പക്ഷത്ത് നിൽക്കാം. എന്റെ എന്താ പറയാ, സൈന്യം നാരായണീ സേന മറ്റൊരാൾക്ക് തരാം. അങ്ങനെ രണ്ടാക്കിയിട്ട് തരാം, നിങ്ങൾ രണ്ടുപേർക്കും തരാം എന്ന് പറഞ്ഞു. അപ്പോ അർജുനൻ പറഞ്ഞോളൂ, അർജുനൻ ഏതാണ് ഇതിൽ വേണ്ടതെന്ന്. അപ്പോഴും ദുര്യോധനന് ഭയായി. പറയോ, നാരായണീ സേന, ഇത്രയും ബലമുള്ള നാരായണീ സേന വേണമെന്ന് അർജുനൻ പറയോ എന്ന് ശങ്കിച്ചു. പക്ഷേ അർജുനൻ പറഞ്ഞു, എനിക്ക് കൃഷ്ണൻ ഒപ്പം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സമാധാനായി ദുര്യോധനന്. നാരായണീ സേന കിട്ടൂലോ, ഇത്രയും അംഗബലമുള്ള സേന, ധാരാളം ആളുകളുണ്ട്. അപ്പൊ അത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ദുര്യോധനന് സന്തോഷായി. അങ്ങനെ ദുര്യോധനൻ സന്തോഷിച്ച് നാരായണീ സേന യുദ്ധത്തില് അവരുടെ കൗരവപക്ഷത്തും ഭഗവാൻ കൃഷ്ണൻ മാത്രം ആയുധമെടുക്കാതെ പാണ്ഡവപക്ഷത്തും നിൽക്കാൻ തീരുമാനമായി. അടുത്ത കഥ. ഇനി ഇവിടുത്തെ പിക്ചർ നോക്കൂ. ഇവിടെ എന്താണ്? ദേവകി ദേവിയാണ്. ദേവകി ദേവി അവിടെ ഭഗവാൻ അവതരിക്കാൻ പോണ വേളയില് എല്ലാ ദേവീ ദേവന്മാരും മുകളില് വന്നിങ്ങനെ നിൽക്കുകയാണ് ആ അവതാര നിമിഷം കാണാനായിട്ട്. എന്താണ് ഇവിടെ ശ്ലോകം? ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വത സോ വികൽപേന യോഗേന യുജ്യതേനാത്ര സംശയ. എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല. ഭഗവാന്റെ വിഭൂതികള്, യോഗശക്തികള്, ഇതൊക്കെ ശരിയായിട്ട് ബോധ്യപ്പെട്ടവര് പിന്നെ അവർക്ക് ഭക്തിയുത സേവനത്തിന് മാത്രം, പ്യുവർ ഡിവോഷണൽ സർവീസ് എന്നാ പറയാ. അങ്ങനെ ആ ഭക്തിയുത സേവനത്തിൽ മുഴുകും അവര്, അതിന് സംശയമില്ല എന്ന് പറയാണ്. ഇപ്പോ ഭഗവാന്റെ ആവിർഭാവത്തെയോ ആവിർഭാവത്തെ പറ്റി ദേവന്മാർക്കോ ഋഷിമാർക്കോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. മാംസചക്ഷുസ് കൊണ്ട് ഈ ദിവ്യത്വം ഒന്നും കാണാനും പറ്റില്ല അല്ലെ? ദേവന്മാരുടെയും മഹർഷിമാരുടെയും തലത്തിൽ എത്തിയവർക്ക് പോലും ഭഗവാനെ മനസ്സിലാവണില്ല. അപ്പൊ പിന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കോ അല്ലെ? ഇപ്പൊ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ആദി കാരണമായിട്ടുള്ളത്. ഇപ്പോ ഭഗവാനെ കുറിച്ചുള്ള വിഭൂതികളെല്ലാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാം എന്നാണ്. ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാം. എല്ലാ സംശയങ്ങളും അപ്പോൾ തീരും. ഭക്തിയിൽ ഉറച്ചു നിൽക്കാനും സാധിക്കും. അപ്പൊ എല്ലാത്തിനും ഭഗവാന്റെ കൃപ തന്നെ വേണം. ഭഗവാനെ അറിയാനും ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. മേഴ്സി ഓഫ് കൃഷ്ണ അല്ലേ? ഹരേ കൃഷ്ണ. എട്ടാമത്തെ ശ്ലോകം. 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളെ ചതുശ്ലോകി ഗീത എന്നാണ് പറയാ. എന്താ അങ്ങനെ പറയണത്? ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഈ വരുന്ന 4 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 4 ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഗീത. 4 ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ഗീതയിലെ സംഗ്രഹം നമുക്ക് പിടികിട്ടും. എട്ടാമത്തെ ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിത.
ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഭഗവാൻ പറയാണ്, ഈ ഭൗതികം ലോകം അല്ലെങ്കിൽ ആധ്യാത്മിക ലോകം എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. ഇങ്ങനെ പൂർണ്ണമായിട്ട് അറിയുന്ന ബുദ്ധിമാന്മാർ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടും, ഭഗവാനെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും എന്നാണ്. അപ്പോ അതാണ് 8ാമത്തെ ചതുശ്ലോകി ഗീതയിലെ 1-ാം ശ്ലോകം. ഇവിടുത്തെ 10ലെ 8ാമത്തെ ശ്ലോകം. നാരായണാത് ബ്രഹ്മാ ജായതേ, നാരായണാത് പ്രജാപതി പ്രജായതേ, നാരായണാദിന്ദ്രോ ജായതേ, നാരായണാത് ത്വഷ്ടവസവോ ജായന്തേ, നാരായണാദ്വേകാദശ രുദ്രാ ജായന്തേ, നാരായണാത് ദ്വാദശാദിത്യാ. നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജയിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണമാണ്. ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് എല്ലാം രൂപവിസ്തരണം ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്ന്. ഹരേ കൃഷ്ണ. 9ാമത്തെ ശ്ലോകം. മജ്ജിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തി ച. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. അപ്പൊ ഭഗവാന്റെ പ്യുവർ ഡിവോട്ടീസ്, ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത ഭഗവാനിലാണ് അല്ലെ ഉള്ളത്. അവരുടെ ജീവിതോ ഭഗവത് സേവനത്തിന് സമർപ്പിതമായതായിരിക്കും. ഭഗവാനെ കുറിച്ചുള്ള സംഭാഷണങ്ങളാണ് അവർക്ക് ഇഷ്ടമുള്ളത്. പരസ്പരം അങ്ങനെ അവര് ബോധദീപ്തരാവും. എനിക്കറിയുന്നത് മറ്റവരൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പരസ്പരം ഷെയർ ചെയ്യും ഭഗവത് ചരിതങ്ങള്. അങ്ങനെ അവര് സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുകയാണെന്ന് ഇവിടെ ഇസ്കോൺ ഡിവോട്ടീസിനെ കാണാം അല്ലെ. എത്ര ആനന്ദത്തിലാണ് അവരുള്ളത്. ഹരേ കൃഷ്ണ. ആധ്യാത്മിക ഭക്തിയുത സേവനത്തെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ഒരു ബീജാവാപത്തോടാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള ഭക്തിയുത സേവനം എന്നുള്ളത് ഈ ജീവാത്മാവിന്റെ ഹൃദയത്തില് ചെയ്യുന്ന ഒരു ബീജ വിത്തിടല്, ബീജാവാപത്തോടാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. ഈ വിശ്വത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. ഇവിടെ ഇങ്ങനെ ജനിച്ച് മരിച്ചിട്ട് ഏതെങ്കിലും ഗ്രഹങ്ങളിൽ പോവും. അവിടുത്തെ പുണ്യങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കും. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എണ്ണമില്ലാത്ത ജീവസത്തകള്. അവരിൽ നന്നേ കുറച്ചു പേർക്ക് ഒരു ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെ കുറിച്ച് അറിയാനും ഭാഗ്യമുണ്ടാവാറുള്ളൂ അല്ലെ. കോടിക്കണക്കിന് ഉണ്ട് ജീവസത്തകള്. അതിൽ കുറച്ചു പേർക്ക് മാത്രമാണ് ഒരു പ്യുവർ ഭക്തനെ കണ്ടിട്ട്, ഒരു ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാനും അതുപോലെ ഭക്തിയുത സേവനം എന്താണ് എന്ന് അറിയാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവാറുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുത സേവനം. അപ്പോ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ഒരു വിത്താണ്. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടുകഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. അപ്പോ ഈ ജീവസത്തയുടെ ഹൃദയത്തിൽ ആ ബീജം വിത്ത് ഇട്ടു അല്ലെ, പിന്നെ അത് നനയ്ക്കണം അല്ലെ, അതിന് പരിപോഷണം വേണം. അങ്ങനെ മഹാമന്ത്രം ചൊല്ല, ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മന്ത്രോച്ചാരണം ചെയ്തും അത് കേട്ടും അല്ലെ, ശ്രവണം കീർത്തനം ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോ, ആ ഭക്തി സാധനകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോ ആ വിത്ത് ഇങ്ങനെ അങ്കുരിച്ച് മുളച്ച് വരും. ഒരു വിത്ത് പതിവായി നനച്ചുകൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുത സേവനത്തിന്റെ ആധ്യാത്മികമായ ചെടിയും ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മജ്യോതിസോളം എത്തും. അപ്പോ ഒരു വിത്ത് നനയ്ക്കുമ്പോൾ ആണ് കുറച്ചു ദിവസം കഴിഞ്ഞാൽ അത് മുളയ്ക്കണേ. അതുപോലെ ഇതിനുള്ള ജലസേചനം എന്താണ്? ഭക്തിയുത സേവനാണ് ഈ ഭക്തിലതാ ബീജം വളരാന്. അങ്ങനെ ഈ ആധ്യാത്മികമായ ചെടിയും
ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന് 7 കവറിങ് നമ്മൾ ഇന്നലെ കണ്ടു അല്ലെ? അത് തുളച്ചിട്ട് ആധ്യാത്മിക ലോകത്ത് ബ്രഹ്മജ്യോതിസോളം എത്തും. അവിടെയും നിൽക്കില്ല. പിന്നെയും ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനം എന്നു പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരും. പിന്നെയും അതിങ്ങനെ പോവും. നാമം ജപിച്ച് ജപിച്ചല്ലേ നമ്മൾ അതിനെ ഇങ്ങനെ വളർത്തും. ഭക്തി ലത വളർന്ന് വളർന്ന് അത് പിന്നെ അവസാനം അത് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. മോനോ പോയില്ലോ? ഓഫ്ലൈൻ ആയില്ലോ? നെറ്റില്ല ഇതിലെ കമ്പ്യൂട്ടറില്. കേൾക്കാമോ? കേൾക്കുന്നുണ്ടല്ലോ മാതാജി. കേൾക്കാം 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 മാതാജി. കേൾക്കാമോ? കേൾക്കാം. ഹരേ കൃഷ്ണ. ഇവിടെ എഴുതി കാണിച്ചേ നെറ്റില്ല എന്നുള്ളത്. കേൾക്കാനുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് വീണ്ടും അവിടെ എത്തിയാലും അല്ലെ, പരവ്യോമത്തിൽ എത്തി വിചാരിച്ചാലും ആ വൃക്ഷത്തിന് ഈ ലതയാണ്. ലതേനെ വീണ്ടും വീണ്ടും അത് പോണം അല്ലെ. അതിനുവേണ്ടി അതിനെ പരിപോഷണം കൊടുക്കണം. എന്താ അതിന്റെ പരിപോഷണം? ജലസേചനം ഒക്കെ ചെയ്യണത്. ശ്രവണ കീർത്തനാദികൾ ആയിട്ടുള്ള സാധന ചെയ്യുക. സാധന കൊണ്ടാണ് ആ ലത വളർന്ന് വളർന്ന് ഗോലോക വൃന്ദാവനത്തില് ഭഗവാന്റെ പാദങ്ങളിൽ വരെ എത്തിച്ചേരുന്നത്. ഹരേ കൃഷ്ണ. 10ാമത്തെ ശ്ലോകം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. ഇപ്പൊ പറയാണ്, ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഭഗവാൻ തന്നെയാണ് ആ ബുദ്ധിവിശേഷം കൊടുക്കുക ഭഗവാനെ പ്രാപിക്കാൻ അല്ലേ. ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം നമുക്ക് ഭക്തിയില് പുരോഗമിക്കാനും ഭഗവാനെ അറിയാനും ഒക്കെ. നമ്മൾ മാത്രം വിചാരിച്ചാൽ അത് ശരിയാവില്ല. ഭഗവാനും സഹായിക്കും അതിനു വേണ്ടിയിട്ട്. ബുദ്ധിവിശേഷം നൽകുന്നത് ഭഗവാനാണ്. പ്രേമഭക്തിയോടെ ഭഗവാനെ സദാ ആരാധിക്കുന്നവർക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിവിശേഷവും ഭഗവാൻ തന്നെ നൽകും എന്നാണ്. അപ്പൊ ഇവിടെ ധ്രുവന്റെ കഥയാണ്. ധ്രുവനാണ് ഇവിടെ. ധ്രുവൻ കുട്ടി, ചെറിയ 5 വയസ്സായ കുട്ടിയാണ് അല്ലെ. അച്ഛന്റെ മടിയിലിരിക്കാൻ രണ്ടാനമ്മ സമ്മതിക്കാഞ്ഞിട്ട്, രാജാവായ അച്ഛന്റെ മടിയിലിരിക്കാൻ. അപ്പൊ അച്ഛനേക്കാളും വലുതാവണം, അതിന് ഭഗവാനെ പ്രാപിക്കണം എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോ തപസ്യ ചെയ്യാൻ കാട്ടിലേക്ക് വരിക. അപ്പൊ നാരദമുനി കുറെ തവണ പറഞ്ഞു, വേണ്ട, ഈ കൊച്ചു കുട്ടികൾക്ക് പറ്റിയതല്ല ഈ തപസ്യ എന്നൊക്കെ. പക്ഷെ ആ ദൃഢനിശ്ചയം, അങ്ങനെ ദൃഢനിശ്ചയം കണ്ടപ്പോ നാരദമുനി എന്താ ചെയ്തത്? മന്ത്രം ജപിച്ചു കൊടുത്തു, മന്ത്രം കൊടുത്തു. അങ്ങനെ ആ മന്ത്രം ജപിച്ചിട്ട് അല്ലെ ധ്രുവൻ 6 മാസം പഴങ്ങൾ കഴിച്ചു, പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് തപസ്യ ചെയ്തു. അത് കഴിഞ്ഞ് ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ചു. പിന്നെ വെള്ളം മാത്രമായി. പിന്നെ ശ്വാസം മാത്രം കഴിച്ചു. പിന്നെ ശ്വാസം പോലും ഇല്ലാതെ തപസ്യ ഒറ്റക്കാലിൽ ചെയ്തു. അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഭഗവാനെ കണ്ടപ്പോഴോ വേറെ ഒന്നും വേണ്ട, അർത്ഥാർത്ഥിയായിട്ട് പോയതാ. പക്ഷെ ഭഗവാനെ കണ്ടപ്പോഴോ ഒന്നും വേണ്ട, എനിക്ക് ഭഗവാനെ മാത്രം മതി എന്നായി. അങ്ങനെ സ്തുതിക്കാനൊന്നും അറിയുന്നില്ല. 5 വയസ്സായ കുട്ടിയാണ് അല്ലെ. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്? തന്റെ ശംഖ് എടുത്തിട്ട് ആ കവിളിലൊന്ന് തലോടി, ആ കപോലത്തിലൊന്ന് തലോടിയപ്പോഴ് എല്ലാ ബുദ്ധിവിശേഷവും ആ കുട്ടിക്ക് കൈവന്നു. എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. പ്രഹ്ലാദ സ്തുതി ശ്രീമദ് ഭാഗവതത്തിലെ ധന്യമായിട്ടുള്ള വരികളുണ്ട്. അങ്ങനെ ഭഗവാൻ തന്നെയാണ് ആ പ്രേമഭക്തിയോടെ ആരാധിക്കുന്ന ഭക്തന് ബുദ്ധിവിശേഷം നൽകുന്നത് അല്ലെ. ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിവിശേഷം ഭഗവാൻ തന്നെ നൽകും എന്നാണ്. വിശ്വാസ്യനായൊരു ആധ്യാത്മിക ഗുരു ഉണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി, മുന്നേറാൻ ഉതകുന്ന ബുദ്ധിശക്തി ഒരാൾക്ക് ഇല്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്തര്യാമിയായിരുന്ന ഉപദേശങ്ങൾ നൽകുന്നു. പറയണത് എന്താ? എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട് അല്ലെ.
നമ്മൾക്ക് ആത്മീയ പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ആചാര്യൻ വേണം, പ്രാമാണികനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ട് വെച്ചാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും മുന്നേറാൻ വേണ്ട ഒരു ബുദ്ധിവിശേഷം വേണം. അത് അയാൾക്ക് ഇല്ലെങ്കിൽ ഭഗവാൻ ഒരു പ്രയത്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അന്തര്യാമിയായിരുന്നിട്ട് ഉപദേശങ്ങൾ നൽകും. പിന്നെയോ അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ ഇടവരും. നിരന്തരം കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണന്റെ സേവ ചെയ്യുകയുമാണ് ആവശ്യമായ യോഗ്യത. അങ്ങനെ ഭഗവാൻ ബുദ്ധിവിശേഷം തരും ഭഗവാനിൽ എത്തിച്ചേരാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണാവബോധത്തോടെ ജീവിക്കുക, പ്രേമഭക്തിയോടെ കൃഷ്ണന്റെ സേവ ചെയ്യുക, അതാണ് വേണ്ടത്. ഭക്തൻ കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. ഒരു ഭക്തൻ ചുമ്മാ ഭക്തി എന്ന് പറഞ്ഞാല് ഡിവോഷണൽ സർവീസ് ആണ്, ഭക്തിയുത സേവനമാണ്. ഭഗവാന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം, അതാണ് ശരിയായ ഭക്തൻ. അത് പ്രേമപൂർവമാവുകയും വേണം, അല്ലെ? നിർബന്ധിച്ചിട്ട് ചെയ്യല്ല, ആരെങ്കിലും സ്നേഹത്തോടും ഭക്തിയോടും ചെയ്യണം. ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തക്ക ബുദ്ധിശക്തി ഇല്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവ്യാജം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും. അപ്പോ അത്രയ്ക്ക് അധികം ബുദ്ധിവിശേഷോ എല്ലാ വേദങ്ങളുടെയും ജ്ഞാനോ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തില് നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് എല്ലാത്തിനുമുള്ള അവസരം ഭഗവാൻ നൽകും. എന്തിനൊക്കെ? ആത്മീയ പുരോഗതിക്കുള്ളതും ഭഗവത് സന്നിധി പോകാനും ഒക്കെയുള്ള ചാൻസ് ഭഗവാൻ നൽകും. നമ്മളുടെ പരിശ്രമം തുടർന്ന് പോയാൽ മാത്രം മതി. ഇപ്പോ ചതുശ്ലോകി ഗീതയിലെ അവസാനത്തെ 4ാമത്തെ ശ്ലോകമാണ് 11ാമത്തെ ശ്ലോകം. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവരിൽ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണ ഭക്തരുണ്ടല്ലോ, അവരില് സവിശേഷ അനുകമ്പയോടെ ഭഗവാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസ്സിനെ അകറ്റും. അപ്പോ അങ്ങനെ പരിശ്രമശാലിയായിട്ടുള്ള ഭക്തര്, അവരില് സവിശേഷ അനുകമ്പയാണ് കൃഷ്ണനുള്ളത്. അങ്ങനെ അവരുടെ ഹൃദയസ്ഥനായിട്ട് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസ്സിനെ അകറ്റും. അജ്ഞാനമാകുന്ന തമസ്സിനെ ഭഗവാൻ തന്നെ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസ്സിനെ അകറ്റും എന്നാണ്. അപ്പോ ഹരേ കൃഷ്ണ. അപ്പൊ ചതുശ്ലോകി ഗീതയാണ് ഇപ്പൊ നമ്മൾ 4 ശ്ലോകങ്ങൾ കണ്ടത്. പറയാണ് ഭഗവാൻ എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണ് എന്ന് പറയാ. ഭഗവാന്റെ ശുദ്ധ ഭക്തർ എപ്പോഴും ആനന്ദത്തിലായിരിക്കും. ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധി ഭക്തർക്ക് ഭഗവാൻ തന്നെയാണ് നൽകുക. പിന്നെയോ ഹൃദയത്തില് ജ്ഞാനദീപം തെളിയിച്ച് അജ്ഞാന അന്ധകാരത്തിനെ അകറ്റും. അതാണ് 4 ശ്ലോകങ്ങളിലൂടെ തന്ന സന്ദേശം. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഇത് നമ്മൾ പറഞ്ഞതല്ലേ മുമ്പ്. പരീക്ഷിത് മഹാരാജാവ് സർപ്പദംശമേറ്റിട്ട് അല്ലെ, തക്ഷകന്റെ ദംശമേറ്റിട്ട് വന്നു. അങ്ങനെ പ്രായോപവേശം ചെയ്യുന്ന വേളയില് ശ്രീശുക ബ്രഹ്മർഷി അവിടെ എത്തുകയാണ്. എന്നിട്ട് ഭാഗവതം ആത്മജ്ഞാനം നൽകുകയാണ്. അങ്ങനെ ഭയമൊക്കെ മാറിയില്ലേ, മരണഭയോ തക്ഷകന്റെ ഭയോ ഒക്കെ മാറി. ഇവിടെ 2ാമത്തെ പിക്ചറിലാണെങ്കിൽ കപില മുനിയാണ്. അപ്പൊ കപിലദേവൻ അമ്മയായ ദേവഹൂതി മാതാവിന് ആത്മജ്ഞാനം ഉപദേശിക്കുന്നതാണ് സന്ദർഭമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഭഗവത്ഗീതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെല്ലാം 8 മുതൽ 11 വരെയുള്ള ഈ 10ാം അധ്യായത്തിലെ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാറ്റിന്റെയും ഉറവിടം ഭഗവാനാണ്. ബുദ്ധിമാന്മാര് ഇതറിഞ്ഞിട്ട് സ്നേഹത്തോടെ ഭഗവാനെ സേവിക്കും, ഭഗവാനെ എപ്പോഴും ഓർക്കും, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കും. സദാ അവർക്ക് സന്തോഷവും ആനന്ദവുമായിരിക്കും ഉണ്ടാവുക. പ്രേമപൂർവം ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിവിശേഷവും ഭഗവാൻ തന്നെയാണ് കൊടുക്കുക. അവര് ഭഗവാനിലേക്ക് തിരിച്ചെത്തും. ഭഗവാനിലാണ് അവരുടെ ബോധം, അല്ലെ? കൃഷ്ണാവബോധം. ഭഗവാനെ നിരന്തരം പ്രേമപൂർവം ഭജിക്കുന്നവർക്ക് ഭഗവാൻ തന്നെ ജ്ഞാനം നൽകും.
സദാ നാമജപം ചെയ്യുന്നവരോട് അനുകമ്പ, സവിശേഷ അനുകമ്പയാണ് ഭഗവാന്, അല്ലെ? മേഴ്സി. ജ്ഞാനദീപത്താല് അവരുടെ അജ്ഞാന അന്ധകാരത്തിനെയൊക്കെ നീക്കിത്തരും. അപ്പോഴ് നമ്മൾ എന്താ വേണ്ടു? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്ക, അല്ലെ? ഒരു ഭക്തൻ ഭഗവാനെ അറിഞ്ഞാൽ പിന്നെ ഭഗവാനെ കുറിച്ച് മാത്രമായിരിക്കും സംഭാഷണം. മനസ്സിൽ ഭഗവാൻ മാത്രമായിരിക്കും. ആ സമർപ്പിതമായിട്ടുള്ള ജീവിതമായിരിക്കും. ഭഗവാനെ സേവിക്കുന്നവർക്കോ ഭഗവത് കാരുണ്യം ഉണ്ടാവും എപ്പോഴും, അല്ലെ? അപ്പൊ പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുക. ഗുരുവിന്റെയും അതുപോലെ ഭക്തന്റെയും ഒക്കെ കാരുണ്യത്താലാണ് ഒരാള് ഭക്തി മാർഗത്തിൽ എത്തുന്നത് തന്നെ. അപ്പൊ കലിയുഗത്തില് ഭക്തിയുത സേവനം ചിന്തിച്ചാൽ പോലും പുണ്യമാണെന്നാ പറയാ. അപ്പൊ ചതുശ്ലോകി ഗീത നമ്മൾ കണ്ടു. ജീവിതത്തിനു വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഭക്തൻ വിഷമിക്കേണ്ടതില്ല, ഉത്കണ്ഠയും വേണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ ഭക്തന്റെ സേവനത്താൽ സന്തുഷ്ടനായ ഭഗവാൻ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. എന്താ ഭഗവത്ഗീതയിലെ ഉപദേശ സാരം? ജീവിതത്തിന് വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഒന്നും ഭക്തൻ വിഷമിക്കേണ്ട, ഉത്കണ്ഠപ്പെടണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാല് ഭക്തന്റെ സേവനത്താലെ സന്തുഷ്ടനായ ഭഗവാൻ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും എന്നാണ്. അപ്പോ ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. അപ്പോ നമ്മൾ ഈ ഭൗതികതയെ കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട, അല്ലെ? ചിത്തശുദ്ധി വരിക, ഭഗവാനെ സ്മരിച്ച് സ്മരണം, കീർത്തനം, എന്താ പറയാ, ശ്രവണം, കീർത്തനം ഒക്കെ ചെയ്തുകൊണ്ട് നമ്മള് ചിത്തശുദ്ധി വരുത്തുക. അങ്ങനെ ഹൃദയത്തിലെ അന്ധകാരം, ആ അജ്ഞതയൊക്കെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭക്തന് ഭക്തിയുത സേവനം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ സേവനം ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക. അപ്പോഴ് ഭഗവാൻ യോഗക്ഷേമം വഹാമ്യഹം, എല്ലാ ആവശ്യങ്ങളും, ഒരു ഭക്തന്റെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നിറവേറ്റി കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. ഭഗവത്ഗീത പഠനം വഴി ഒരാൾക്ക് ഭഗവാന് സ്വയം സമർപ്പിതനായി തീരാൻ കഴിയും. ഭക്തിപൂർവം കൃഷ്ണന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യാം. സർവവും ഭഗവാൻ ഏറ്റെടുക്കുന്നതോടെ ഭക്തൻ ഭൗതിക പ്രയത്നങ്ങളിൽ നിന്നെല്ലാം തികച്ചും മുക്തനാകുന്നു. ഹരേ കൃഷ്ണ. 12-13 ശ്ലോകങ്ങളാണ്. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാദിദേവമജം വിഭും ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ജൈവ ബ്രവീഷിമേ. അപ്പോ അർജുനൻ ഇതെല്ലാം പറഞ്ഞുല്ലേ, ഭഗവത്ഗീതയുടെ സാരാംശമായ 4 ശ്ലോകങ്ങള് എല്ലാം മനസ്സിലാക്കി പറയാണ് അർജുനൻ. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭഗവാൻ തന്നെ. ഭഗവാന്റെ എല്ലാ സർവജ്ഞമായിട്ടുള്ള അചിന്തനീയമായ എല്ലാ വൈഭവങ്ങളും, അല്ലെ, എല്ലാം മനസ്സിലാക്കിയ അർജുനൻ പറയാണ്, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭഗവാനാണ്. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയ എല്ലാ ഋഷികളും ഊന്നി പറയുന്നുണ്ട്. ഇപ്പൊ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്തു. അപ്പോ ഭഗവാൻ ആദിമനാണ്, അല്ലെ? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, പരമമായ ധാമമാണ്, പവിത്രമായതാണ്, നിരപേക്ഷ തത്വമാണ്. മാത്രല്ല സനാതനൻ, അഭൗതികൻ, ആദിപുരുഷൻ, അജൻ, മഹാൻ ഒക്കെയാണ് ഭഗവാൻ. അപ്പോ അർജുനൻ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്, അല്ലെ? ജീവാത്മാക്കളുടെ ഉറവിടം ഭഗവാനാണ്. അവർക്ക് എത്തിച്ചേരേണ്ടതും ഭഗവാനാണ്. ശുദ്ധീകരിക്കപ്പെടുന്നതും ഭഗവാനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തി, എക്കാലത്തും ഉള്ളവൻ എന്നാണ്. ദിവ്യൻ എന്ന് പറഞ്ഞാൽ ഭൗതികനല്ല ഭഗവാൻ. ജനിക്കാത്തവൻ അജൻ, അല്ലെ? ഏറ്റവും മഹത്തായവൻ വിഭു എന്ന് പറയും. അപ്പോ നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ ഇവരെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് വീണ്ടും അത് വെളിപ്പെടുത്തി. അപ്പോ ഭഗവത്ഗീതയിലെ സങ്കല്പങ്ങളില്ല, എല്ലാം സത്യം മാത്രാണ്. ദേവന്മാർക്കോ ദാനവർക്കോ അങ്ങയെ മനസ്സിലാക്കാനാവില്ല എന്നാ പറയണേ.
അങ്ങ് പറഞ്ഞു തന്നാൽ മാത്രമേ അറിയുള്ളൂ അല്ലെ? ഭഗവാനെ കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞു തരണം. അപ്പൊ നമ്മൾ ശ്രവണത്തിലൂടെ മാത്രമാണ് ഭഗവാനെ മനസ്സിലാക്കുക. അതിനാൽ ഇനിയും അങ്ങയുടെ വിഭൂതികളെ പറയൂ എന്ന് അർജുനൻ പറയാണ്. ഇപ്പൊ കേട്ടതൊന്നും പോരാ, ഇനിയും പറയൂ. ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് മതിയാവുന്നില്ല അർജുനന്. യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത് എന്നൊന്നും ഓർക്കുന്നില്ല. അങ്ങ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറയാണ്. ഇപ്പൊ ഒരു വത്സല പിതാവ് തന്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തിക്കുന്ന പോലെയാണ് അല്ലെ ഭഗവാൻ ഈ അർജുനന് എല്ലാം നിർദ്ദേശങ്ങളും കൊടുത്ത് അല്ലെ മാർഗനിർദ്ദേശം നൽകി മുന്നോട്ട് കൊണ്ടുപോവാണ് അർജുനനെ. ഹരേ കൃഷ്ണ. 18ാമത്തെ ശ്ലോകം. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. അങ്ങയെ പറ്റി കേട്ടിട്ട് എനിക്ക് ഒരിക്കലും മതി വരുന്നില്ല. കേൾക്കും തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെ പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും. പറയാണ്, ഭഗവാനോട് പറയാണ്, എനിക്ക് മതിയാവണില്ല കൃഷ്ണ. അങ്ങയെ പറ്റി കേട്ടിട്ട് എനിക്ക് മതി വരുന്നില്ല. കേൾക്കും തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കാൻ വീണ്ടും കൊതിയാവുക കേട്ടിട്ട് അല്ലെ? ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെ പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും. അങ്ങയുടെ ഐശ്വര്യം, അതുപോലെ അങ്ങയുടെ ശക്തി വൈഭവങ്ങള്, ഇതൊക്കെ എനിക്ക് വിശദമായിട്ട് ഇനിയും പറഞ്ഞു തരണം എന്ന് അർജുനൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പോ ഭഗവത് കഥകള്, കീർത്തനങ്ങള്, ലീലകള്, അതൊക്കെ ഒരു ഭക്തന് എത്ര കേട്ടാലും മതിയാവില്ല അല്ലെ? ഇപ്പോ കുരുക്ഷേത്ര യുദ്ധത്തില് തേരാളിയായിട്ടുള്ള കൃഷ്ണൻ ഭഗവാൻ അല്ലെ അർജുനന്റെ മുമ്പില് ഏത് ശത്രു എത്തിയാലും ഉണ്ടല്ലോ, ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ അയാളുടെ ശക്തിയും ആയുസ്സും ഒക്കെ കുറയും. എല്ലാം ഭഗവാനാ ചെയ്യണത്. അർജുനൻ ഒരു നിമിത്തമായിട്ട് അമ്പെയ്യണമെന്ന് മാത്രം. ഇപ്പൊ ഭഗവാന്റെ കയ്യിൽ ഒരു ടൂളാണ് അർജുനൻ അല്ലെ? ഇപ്പോ നമ്മള് മനസ്സിനെ ആലംബന ബുദ്ധിയ മനസ്സിനെ അച്ചടക്കം ശീലിപ്പിക്കുക, ഭഗവാനിലേക്ക് ചേർത്ത് നിർത്തുക. അതാണ് നമ്മള് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതാണ് വേണ്ടത് അല്ലേ? ഹരിനാമ കീർത്തനത്തില് നമുക്കറിയാം, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. നമുക്കറിയാം അല്ലെ? എന്ത് കാണുമ്പോഴും, എന്ത് കേൾക്കുമ്പോഴും അല്ലേ, എന്ത് ചെയ്യുമ്പോഴും എല്ലാം ഭഗവാനാണെന്ന് കണക്കാക്കാൻ സാധിക്കണം. 19ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എന്റെ വിഭൂതികളെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമുണ്ടാവില്ല. ഭഗവാൻ പറയാണ്, അർജുന, എന്റെ വിഭൂതികളെ പറ്റിയിട്ട് പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ നിനക്ക് വിസ്മയകരമായിട്ടുള്ളതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പ്രധാനപ്പെട്ടതാണ് മാത്രമേ പറയുള്ളൂ. വിസ്തരിക്കാൻ നിന്നാല് അവയ്ക്ക് അവസാനം ഉണ്ടാവില്ല. അത്രയ്ക്കും വിഭൂതികളുണ്ട്, ഐശ്വര്യങ്ങളുണ്ട് അല്ലെ? ഭഗവാന്റെ വിഭൂതികൾ അനന്തമാണ്. പ്രധാനമായത് ചിലത് പറയാം, വിസ്താരമായി പറയാൻ ഇവയ്ക്ക് അന്തമില്ലാത്ത അത്രയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് പറ്റില്ല എന്ന് അർജുനനോട് പറയാണ്. 20ാമത്തെ ശ്ലോകം. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിഷ്ട മധ്യം ച ഭൂതാനാമന്ത ഏവ ച. ഹേ അർജുന, ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. അപ്പൊ ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ്. ഈ ചതുർഭുജ രൂപത്തിലാണത്രേ പരമാത്മാവ് ആയിട്ട് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തില് സ്ഥിതി ചെയ്യുന്നത്. അവയുടെ തുടക്കവും മധ്യവും അവസാനവും എല്ലാം ഭഗവാനാണ് എന്ന് പറയാണ്. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് ഭഗവാനാണ്. പ്രപഞ്ചം എന്നുള്ളത് ഭഗവാന്റെ വിഭൂതിയാണ് എന്ന് അവഗണിക്കണവരുണ്ടല്ലോ, അവര് ഭയ ആശങ്കകളോടെ ജീവിക്കേണ്ടി വരും.
സങ്കുചിത ലോകത്ത് ആശങ്കകൾ മാത്രമായിരിക്കും അവർക്ക്. സർവേശ്വരന്റെ ആ ദിവ്യ വിഭൂതിയെ തിരിച്ചറിഞ്ഞിട്ട് അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭയം ദുഃഖമെല്ലാം മാറി ഒഴിഞ്ഞു പോകും. ഇനി ഭഗവാന്റെ വിഭൂതികള് ഓരോന്നായിട്ട് ഇങ്ങനെ പറയാണ്. അതിന്റെ ശ്ലോകം എല്ലാം വായിക്കാൻ നിന്നാല് വൈകും. അതുകൊണ്ട് അതിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 21 ആദിത്യന്മാരുടെ കൂട്ടത്തില് വിഷ്ണു. 12 ആദിത്യന്മാരുണ്ട് നമുക്കറിയാം. അതില് വിഷ്ണു എന്നുള്ള ആദിത്യൻ ഭഗവാനാണ്. ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യൻ ഭഗവാനാണ്. മരുത്തുക്കളിൽ മരീചി ഭഗവാനാണ്. നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഭഗവാനാണ്. ചന്ദ്രനെ നക്ഷത്രമായിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് ഞാൻ. പറയാണ് 4 വേദങ്ങളിലെ സാമവേദം ഭഗവാനാണ്. ദേവന്മാരിൽ ഇന്ദ്രൻ ഭഗവാനാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഭഗവാൻ. ജീവഗണങ്ങളിൽ ജീവചൈതന്യം ഭഗവാനാണ്. പിന്നെ രുദ്രന്മാരിൽ വെച്ച് ശിവനാണ് ഞാൻ. ഇപ്പോ ഏകാദശ രുദ്രന്മാരുണ്ട് അല്ലെ, 11 രുദ്രന്മാര്. അപ്പോ അതില് ശിവൻ എന്ന രുദ്രൻ ഭഗവാനാണ്. യക്ഷരാക്ഷസരിൽ കുബേരൻ, വസുക്കളിൽ അഗ്നി, പർവ്വതങ്ങളിൽ മേരു, ഇതൊക്കെ ഭഗവാനാണ്. മേരു പർവ്വതം രത്നങ്ങളും വിലപിടിച്ച കല്ലുകൾ കൊണ്ട് മൂടിയതാണ് അല്ലെ, അത് ഭഗവാനാണ്. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ഇത് ദേവഗുരു ബൃഹസ്പതി ഭഗവാനാണ്. കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ ഭഗവാൻ തന്നെയാണ്. ജലാശയങ്ങളിൽ സമുദ്രവും ഭഗവാനാണ്. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ അതായത് വാക്കുകളിൽ ഭൗതികമായ ഓങ്കാരവും യജ്ഞങ്ങളിൽ തിരുനാമജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. പറയാണ് ഭൃഗു മഹർഷി, 7 ഋഷികളൊക്കെ ഉണ്ട്. അതിലെ ഭൃഗു മഹർഷി ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള. സ്പന്ദനങ്ങളില് വാക്കുകളിലെ അഭൗതികമായ ഓം എന്നുള്ള ഓങ്കാരം, യജ്ഞങ്ങളില് തിരുനാമജപം, സ്ഥാവരങ്ങളിൽ ഹിമാലയം, ഹിമാലയ പർവ്വതാണ് സ്ഥാവരങ്ങളിൽ വെച്ച് വലുത്, അത് ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ്. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. മഹർഷികളിൽ ഭൃഗുവും സ്പന്ദനങ്ങളിൽ അഭൗതികമായ ഓങ്കാരവും യജ്ഞങ്ങളിൽ തിരുനാമജപവും സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. ഇനിയോ നീ തുടരാണ്. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. വൃക്ഷങ്ങളിൽ അശ്വത്ഥം എന്ന് പറഞ്ഞാൽ അരയാൽ വൃക്ഷം, ഋഷിമാരിലെ നാരദൻ, ഗന്ധർവന്മാരിലെ ചിത്രരഥൻ, യോഗസിദ്ധി നേടിയവരിലെ കപിലമുനി, ഇവരെല്ലാം ഭഗവാൻ തന്നെയാണ്. അശ്വങ്ങളിൽ ഞാൻ ഉച്ചൈശ്രവസ്, അമൃതം നേടാനായി പാലാഴി കടഞ്ഞപ്പോൾ അവിടുന്ന് പിറന്ന കുതിരയാണ് ഉച്ചൈശ്രവസ്, അത് ഭഗവാനാണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. അല്ലെ, രാജാവ് ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതം ഭഗവാനാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് പറയാം. ആയുധങ്ങളിൽ വെച്ച് വജ്രം, പശുക്കളിൽ സുരഭി, ജനനഹേതുക്കളിൽ കാമദേവൻ, സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. അപ്പോ പറയാണ് ഈ ഓരോന്നും കാണുമ്പോ നമുക്ക് ഭഗവാന്റെ ശക്തി വിശേഷങ്ങള്, ഭഗവാന്റെ പ്രസൻസ് ഓർക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറഞ്ഞു തരാണ്. അനേക ഭണങ്ങളോട് കൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ. ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമ, ശിക്ഷകരിൽ മൃത്യു, ദേവതയായ യമൻ, എല്ലാം ഭഗവാനാണ്. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദനാണ്. കീഴ്പ്പെടുത്തുന്നവയിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡനും. വന്യമൃഗങ്ങളിൽ വെച്ച് സിംഹം ഭഗവാനാണ്, പക്ഷികളിൽ ഗരുഡൻ ഭഗവാനാണ്, ദൈത്യന്മാരിൽ ഭക്തപ്രഹ്ലാദൻ ഭഗവാനാണ്, കീഴ്പ്പെടുത്തുന്നവയിൽ കാലം, അതും ഭഗവാനാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അവസാനങ്ങൾ ഭഗവാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഭഗവാൻ.
എന്താണ് സൃഷ്ടിയുടെ ആദി മധ്യ അവസാനങ്ങൾ ഭഗവാനാണ്. അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിലെ നിർണയ സത്യവും ഭഗവാനാണ്. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഭഗവാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഭഗവാൻ തന്നെയാണ്. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉദ്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദരഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഭഗവാനാണ്. സാമവേദ സൂക്തങ്ങളിൽ ബൃഹൽ സാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷവും, അതായത് നവംബർ ഡിസംബർ മാസങ്ങൾ, ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. ഭഗവാൻ എന്തൊക്കെയാണ് പറയണേ അല്ലേ? അങ്ങനെ ഒരു ചെറുതായിട്ടൊരു സൂചന മാത്രമാണ് ഇത് തരണത്. വഞ്ചകരുടെ ചൂതുകളി, വഞ്ചകര് എന്ന് പറഞ്ഞാൽ ഭഗവാനെ കളവിലും തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അല്ലേ? തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സദുദ്യമവും ശക്തരുടെ കരുത്തും ഭഗവാൻ തന്നെയാണ് അല്ലെ? ജയമുണ്ടാവുക, മിടുക്കരായ കുട്ടികള് അല്ലെ പെർഫോം ചെയ്യണ അവരുടെ കഴിവ് എല്ലാം ഭഗവാന്റെ കഴിവുകളാണ്, ഭഗവത് ശക്തിയാണ്. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനിവാസനും ചിന്തകരിൽ ഉശന കവിയുമാണ് ഞാൻ. അപ്പോ എന്തൊക്കെയാണ് ഭഗവാൻ? വാസുദേവനാണ്, പാണ്ഡവരിൽ അർജുനൻ ഭഗവാനാണ്, മുനികളിൽ വ്യാസൻ ഭഗവാനാണ്, ചിന്തകരിൽ ഉശന കവി എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യര്, അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരാണ് ഉശനാകവി എന്ന് പറയുന്നത്. പിന്നെ നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, അതായത് ശിക്ഷ ഭഗവാനാണ്. വിജയം കാക്ഷിക്കുന്നവരുടെ നീതി ഭഗവാനാണ്. ഗോപ്യങ്ങളിൽ മൗനം, ജ്ഞാനികളുടെ ജ്ഞാനം, ഇതൊക്കെയും ഭഗവാനാണ്. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദി ബീജമാണ് ഞാൻ. അപ്പോ എല്ലാ ഭൂതജാലങ്ങളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. ഭഗവാനാണ് അതിന്റെ പിത. എന്നെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നിനും നിലനിൽപ്പില്ല. അപ്പൊ ഭഗവാൻ ഇല്ലാതെ ഒരു ചരങ്ങൾക്കും അചരങ്ങളായ ഒന്നിനും തന്നെ നിലനിൽപ്പുണ്ടാവില്ല എന്നാണ് പറയണത്. ഭഗവാൻ ശ്യാമസുന്ദര രൂപത്തില് അല്ലെ ഇവിടെ. അപ്പൊ ഭഗവാന്റെ കുറച്ച് വിഭൂതികള് മാത്രമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു തന്നത്. അപ്പൊ അതൊക്കെ ഓരോന്നും കാണുമ്പോൾ നമുക്ക് ഭഗവാനെ അനുഭവിച്ചറിയാൻ സാധിക്കണം. 40-ാമത്തെ ശ്ലോകം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തൂദ്ദേശത പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ. ശത്രുക്കളെ ജയിക്കുന്നവനെ, എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. പറയാണ് പരന്തപ എന്നാ പറഞ്ഞേക്കണേ, ശത്രുക്കളെ ജയിക്കുന്നവൻ. എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള വിഭൂതികൾക്ക് അവസാനം ഇല്ല. ഇവിടെ പറഞ്ഞതാകട്ടെ ഭഗവാന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ഒരു ചെറുതായിട്ടൊന്ന് വിസ്തരിച്ച് പറയുകയാണെങ്കിൽ തീരില്ല, അത്രയ്ക്ക് ദിവ്യ വിഭൂതികള് ഭഗവാനുണ്ട്. 41. യദ് യദ് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതു തന്നെ എന്ന് മനസ്സിലാക്കുക. അപ്പൊ പറയാണ് വിഭൂതി അതല്ലെങ്കിൽ ഐശ്വര്യമുള്ളത്, സുന്ദരമായത്, തേജസ്സുറ്റത് ഒക്കെ ആയിട്ടുള്ള ഏതൊരു സൃഷ്ടി കാണുമ്പോഴും നമ്മൾ അറിയണം അത് ഭഗവാന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സുന്ദര സൃഷ്ടികള്, ആകർഷകമായത് എന്തും ശക്തി വിശേഷമുള്ളവ എല്ലാം ഭഗവാന്റെ പ്രത്യേക ശക്തി കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. 42-ാമത്തെ ശ്ലോകം. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം മേകാംശേന സ്ഥിതോ ജഗത്ത്. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഭഗവാൻ പറയാണ്, ഇനി ഞാൻ ഇപ്പൊ ഒരു സൂചന നിനക്ക് തന്നു എന്റെ വിഭൂതികളെ കുറിച്ചിട്ട്. ഇനി
കൂടുതൽ എന്താ അറിഞ്ഞിട്ട് കാര്യം? എല്ലാം എന്റെ ശക്തി വിശേഷം വൈഭവം ആണ്. അപ്പോ ചെറിയൊരു എന്റെ ഇതൊക്കെ എങ്ങനെയാ നിലനിൽക്കുന്നത്? ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രം, ഒരു അംശശക്തി മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള വലിയ രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയ മുഴുവൻ ജഗത്ത്, ഈ പ്രപഞ്ചം മുഴുവനും നിലനിർത്തുന്ന ശക്തി ഭഗവാന്റെ ഒരു അംശശക്തി ആണ് എന്ന് പറയാണ്. ഭഗവാന്റെ തേജസ്സിന്റെ ഒരു കണിക കൊണ്ട് തന്നെ ഇത്രയും ഭംഗിയുള്ള സൃഷ്ടികൾ ഉണ്ടാവണു. അപ്പൊ അർജുനനെ ബോധ്യപ്പെടുത്താനല്ല, ഭൗതികർക്ക് ബോധ്യപ്പെടുത്താനാണ് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോ ഒരു പിതാവ് അവസാനം എത്തുമ്പോ തന്റെ സ്വത്ത് വിവരങ്ങളൊക്കെ മകനോട് വെളിപ്പെടുത്തി കൊടുക്കും. അതുപോലെ ഭഗവാനിൽ നിന്നാണ് എല്ലാത്തിന്റെയും ഉത്ഭവം. അതിനാൽ ഭഗവാനെ കുറിച്ച് പറയേണ്ടതും ഭഗവാൻ തന്നെയാണ്, അല്ലെ? മറ്റാരും അതിന് പ്രാപ്തരല്ല. ബ്രഹ്മാവിന് വേദങ്ങൾ പകർന്നു കൊടുത്തു, പിന്നീട് ബ്രഹ്മാവ് നാരദന്, പിന്നീട് വ്യാസന്, പിന്നീട് ശുഗന്, അങ്ങനെ അങ്ങനെ ഈ ജ്ഞാനം ശിഷ്യ പരമ്പരയിലൂടെ വന്നു. ഏറ്റവും വലിയ ജീവസത്തയായിട്ടുള്ള ബ്രഹ്മാവ് മുതൽക്ക് നെയ്യുറുമ്പ് വരെ ഏത് ജീവാത്മാവിനെയും പുലർത്തിപ്പോരുന്നത് അവരിൽ അന്തർഗതനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്നറിയണം. ഇവിടെ 84 ലക്ഷം തരം ജീവികളെ ഏതിനെ കാണുമ്പോഴും ഒരു പണ്ഡിതൻ സമഭാവനയോടെ വീക്ഷിക്കാലെ ഉച്ച നീചത്വങ്ങള് തോന്നില്ല, അറിയില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. हरे കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ശ്ലോകം 12 അർജുനൻ ഭഗവാനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം തൊട്ട് വായിക്കൂ. വിഭൂതി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് ഐശ്വര്യം? ഭഗവാന്റെ ശക്തി. ഭഗവാന്റെ ഐശ്വര്യം അല്ലെങ്കിൽ ശക്തി വിശേഷങ്ങള് എന്നൊക്കെ പറയാം, അല്ലെ? വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഭഗവാന്റെ പ്രത്യേക ശക്തി വിശേഷം ഒക്കെ. ഭഗവാന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ആർക്കെല്ലാം അറിഞ്ഞുകൂടാ എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? ഭഗവാന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ആർക്കെല്ലാം അറിഞ്ഞുകൂടാ എന്നാണ് ഭഗവാൻ ആർക്കൊക്കെയാ? പറയുന്നത്. ദേവന്മാർക്കും ഋഷികൾക്കും പോലും അറിഞ്ഞുകൂടാ. ഋഷികൾക്കും ശ്ലോകി ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന ശ്ലോകങ്ങൾ ഏതെല്ലാം? 4 ശ്ലോകങ്ങൾ, 8 മുതൽ 11 വരെയുള്ള 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളാണ്. ചതുർശ്ലോകം. ഭക്തിയുത സേവനത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? എന്തിനോടാ? ഒരു വിത്തിനോട്. ഭക്തന്റെ ഹൃദയത്തിൽ ബീജാവാപത്തോട്, അല്ലേ? ഇങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഭക്തിയുത സേവനത്തെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ബീജാവാപത്തോടാണ് ഉപമിക്കുന്നത്, അല്ലേ? ഭഗവത്ഗീത ഉപദേശങ്ങളുടെ സാരം. ജീവിതത്തിന് വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഭക്തർ വിഷമിക്കേണ്ടതില്ല, ഉത്കണ്ഠയും വേണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ ഭക്തന്റെ സേവനത്താൽ സംതൃപ്തനായ ഭഗവാൻ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. അതെ, ക്ലേശം മാറ്റിക്കൊടുക്കും. ഭഗവാനെ ഉള്ളൊഴിഞ്ഞ് ആരാധിക്കുന്നവൻ. മറജാത ഒന്നും കൂടെ പറഞ്ഞുതരും. അഞ്ചാമത്തെ ഭഗവത്ഗീത ഉപദേശങ്ങളുടെ സാരം. ഉപദേശങ്ങളുടെ സാരം. നമ്മള് ഭൗതിക ഈ പ്രപഞ്ചത്തില് ലൗകികരാണ്, അല്ലെ? നമ്മൾ ജീവിക്കണേ. നമ്മൾക്ക് പല ആവശ്യങ്ങൾ ഉണ്ടാവും, അല്ലെ? നമുക്ക് ആഹാരം കഴിക്കണം, പിന്നെ കുളിക്കണം, വെള്ളം വേണം, അല്ലെ? അങ്ങനെ പല ആ ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഒന്നും അതിനി നാളെ ലഭിക്കില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കേണ്ട, ഉത്കണ്ഠപ്പെടണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ എന്ന് പറഞ്ഞാൽ
ഭഗവാനെ നമുക്ക് നാമം ജപിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള മാലിന്യങ്ങളൊക്കെ മാറും, ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടാവുമ്പോഴെന്താ, ഭഗവാൻ മനസ്സിലുണ്ടാവും. അപ്പോ മാലിന്യങ്ങൾ നീങ്ങിപ്പോയാല്, അന്ധകാരം നീങ്ങിയാല്, അതാണ് പറയണേ, ഹൃദയത്തിലെ അന്ധകാരം എന്ന് പറഞ്ഞാൽ അജ്ഞത, അറിവില്ലായ്മ, ഒക്കെ ചിന്തകള് ഇതൊക്കെ നീങ്ങി പോണം. അപ്പോഴാണ് അങ്ങനെയുള്ള ഭക്തനോ ഭഗവാനെ അറിയും. അപ്പോ മുറിഞ്ഞു പോകുന്നുണ്ട്. നെറ്റ് ഇഷ്യൂ എന്നാണ്. ഹരേ കൃഷ്ണ, ഇപ്പൊ കേൾക്കാമോ? അങ്ങനെ എന്നിട്ട് ഹൃദയത്തിന്റെ അന്ധകാരം നീങ്ങുമ്പോൾ ഭക്തൻ എന്ത് ചെയ്യും? ഭഗവത് സേവന നിരതനാവും. അപ്പോഴയാളുടെ സേവനത്തിൽ സന്തുഷ്ടനായ ഭഗവാനോ അയാളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും എന്നാണ്. ഇതാണ് ഭഗവത്ഗീതയുടെ സാരം. യജ്ഞങ്ങളിൽ ഭഗവാൻ എന്താണ്? എന്താണ്? തിരുനാമ ജപം. അതെ. പിന്നെ 7ാമത്തെ, അശ്വങ്ങളിൽ ഭഗവാൻ ആരാണ്? ആരാ? ഉച്ചൈസ്രവസ്, അമൃതം നേടാനായി കലക്കപ്പെട്ട. സൃഷ്ടികർത്താക്കളിൽ ഭഗവാൻ ആരെ പ്രതിനിധീകരിക്കും? ബ്രഹ്മാവ് അല്ലേ? ഈ ശ്ലോകം 41 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എങ്ങനെയാണ്? വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും ഭഗവാന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഭഗവാന്റെ ഒരു തേജസ്സിന്റെ ഒരു കണിക മതി അല്ലേ ഈ പ്രപഞ്ചത്തിലൊക്കെയുള്ള വിഭൂതി, ഐശ്വര്യവും സൗന്ദര്യവും തേജസ്സും നിറഞ്ഞ ഓരോ സൃഷ്ടികളും ഉണ്ടായത് ഭഗവാന്റെ ഒരു തേജസ്സിന്റെ കണിക. അപ്പൊ ഭഗവാന് എത്ര തേജസ് ഉണ്ടായിരിക്കും എന്നറിയണം. പിന്നത്തെ ചോദ്യം, ശ്ലോകം 12 അർജുനൻ ഭഗവാനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? പരമദിവ്യോത്തമ പുരുഷൻ. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമം, പവിത്രമായത്, നിരപേക്ഷ തത്വം, പിന്നെയോ സനാതനൻ, അഭൗതികൻ, ആദിപുരുഷൻ, അജൻ, മഹാൻ. ഇത്രയൊക്കെയാണ് ഭഗവാൻ പറയണത്, അർജുനൻ പറയണത് ഭഗവാനെ കുറിച്ച് അല്ലെ. വിശേഷണം എന്തൊക്കെയാ, കുറെ ഉണ്ട് അല്ലെ. പരമദിവ്യോത്തമ പുരുഷനാണ്, ധാമമാണ്, പവിത്രമായതാണ്, നിരപേക്ഷ തത്വമാണ്, സനാതനനാണ്, അഭൗതികനാണ്, ആദിപുരുഷനും അജനും മഹാനുമാണ്. അതെ. ഇനി ഏതാ? കഴിഞ്ഞു. 41 എന്തിനെ പറ്റിയാണ് മാതാജി? സുന്ദരമത്തും ഐശ്വര്യവും സൗന്ദര്യവും തേജസ്സും ഉള്ളതെല്ലാം ഭഗവാന്റെ തേജസ്സിന്റെ ഒരു കണിക കൊണ്ട് സൃഷ്ടിച്ചതാണ്. പിന്നെ ഏതെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. നാമജപമൊക്കെ എല്ലാരും ചെയ്യണില്ലേ? ഭക്തി സാധനയൊക്കെ നടത്തണില്ലേ? നാമജപം ചെയ്യുന്നുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്തായി അല്ലേ? ഇനി 8 ദിവസം കൂടെ കഴിഞ്ഞാൽ ലെവൽ 1 നമ്മുടെ കഴിയും. അത് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊരു പരീക്ഷ, ചെറുതാണ്, ടഫായ ചോദ്യം ഒന്നും ചോദിക്കില്ല, ലൈറ്റ് ആയിട്ടുള്ള. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിനാന്നറിയോ കൊടുക്കണത്? 10 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിന്റെയും നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ അതിന്റെ ആൻസർ എഴുതിയെടുക്കണം. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ട് ശ്രദ്ധാപൂർവം ഇരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അങ്ങനെ എഴുതി വെക്കണം. അതല്ല ഇനിയിപ്പോ കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അവസാനം ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നോട്ട് ചെയ്തെടുക്കണം. അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടും. അല്ലാതെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് എഴുതി ഗ്രൂപ്പിൽ ഇടുന്ന ഒരു രീതി ഇല്ല.
നമ്മൾ സ്വയം അത് മനസ്സിലാക്കി ശ്രദ്ധിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. ഈ തരുന്നതിൽ നിന്ന് തന്നെ ടഫ് ആയതൊന്നും ആയിരിക്കില്ല പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതിൽ വെച്ച് തന്നെ ഏറ്റവും സിമ്പിളായ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. പരീക്ഷ അറ്റൻഡ് ചെയ്താല് ആണ് നിങ്ങൾക്ക് ലെവൽ 2 പോവാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു പരീക്ഷ ചെറുതായിട്ട് ഒരു ഫോർമാലിറ്റി. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ഉണ്ടോ സംശയം? ഉണ്ടോ മാതാജി? മാർക്ക് ഏ മാർക്കുണ്ടോ? മാർക്കുണ്ട്. മാർക്കൊക്കെ ഉണ്ടോ? മാർക്കൊക്കെ ഉണ്ടോ? ഏതാ ആവാനായിട്ട് നമുക്ക് റാങ്കോ? ഇല്ല. ഇത്ര മാർക്ക് കിട്ടിയ പാസ്സാവും അങ്ങനെയൊന്നുമില്ല. പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാ നിങ്ങള്. 1 മാർക്കാണെങ്കിലും പാസ്സാക്കും. മാതാജി 18 ദിവസത്തെ ക്ലാസ് തീർന്നു കഴിയുമ്പോ ഈ മൊത്തം അധ്യായത്തിലെയും ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിന് തന്നെയാണ് ചോദിക്കുക പരീക്ഷയ്ക്ക്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതല്ല, 18 ദിവസത്തെ ക്ലാസ് തീർന്നു കഴിയുമ്പോ ഈ 18 ദിവസത്തിലെയും ക്വസ്റ്റ്യനെ കുറിച്ച് ഒരു ഡിസ്കഷൻ കാണുമോ? അങ്ങനെയില്ല. റിവിഷൻ ഡിസ്കഷനോ? അതില്ല. അന്നത്തെ ചോദ്യോത്തരം അത് നിങ്ങൾ ഒരിക്കൽ ഓടിച്ചു വായിച്ചു നോക്കിയാൽ പരീക്ഷ എഴുതാവുന്നതല്ലേ ഉള്ളൂ. ചോദ്യങ്ങളൊക്കെ ആരോ ക്വസ്റ്റ്യൻ അറിയില്ല, ആൻസർ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഇത് അറിയത്തില്ലായിരുന്നു. പരീക്ഷയൊന്നും അങ്ങനെ നമുക്ക് ഗൗരവം കൊടുക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ചെയ്തത് അവിടുന്ന് തന്ന ഉപദേശം ഒരു പേപ്പറും പേനയെന്ന് പറഞ്ഞ് ഞാൻ ഡയറിക്കകത്ത് അതാത് ദിവസം ആൻസർ എഴുതിയെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പഠനം കൂടെ നടത്തണം. ചുമ്മാ ഇതൊരു പരീക്ഷ മാത്രമായിട്ട് അതിനല്ല നമ്മുടെ ലക്ഷ്യം. അതല്ല ഇതിൻ്റെ അകത്ത് എന്താണ് ഉൾക്കൊണ്ട് കുറെ കൂടെ ഇത്രയും ഡിസ്കഷൻ നടത്തുക. അതായത് ഈ ലോകങ്ങളെ പറ്റി അതെല്ലാം ഇതെല്ലാം ഇതിനെപ്പറ്റി ഒന്നും ഒരു പുസ്തകങ്ങളിലും പ്രതിപാദിച്ച് ഈ ഭാഗവതത്തിൽ നോക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും അതെ ബാക്കി കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ഇരിക്കുകയാണ്. കാരണം ഒരിക്കലും ഒരിടത്തും ഇത്രയും വിശദമായിട്ടൊരു ക്ലാസ്സോ ഒരു പഠനമോ ഒരു പുസ്തകത്തിനോ ഇതിനെപ്പറ്റി കാണാൻ ഇതിപ്പോ ലെവൽ 1 ആയതുകൊണ്ട് നമ്മൾ ഓടിച്ചു പോയതാ ഓരോ ചാപ്റ്റർ. ഇനി ലെവൽ 2 എത്തുമ്പോ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഹരേ കൃഷ്ണ. പക്ഷെ ഈ തന്ന ചോദ്യങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് പ്രഭു വേറെ ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് കളക്ട് ചെയ്തോളൂ. അതല്ലാതെ ചോദ്യോത്തരങ്ങളായിട്ട് ഗ്രൂപ്പിൽ ഇടുന്ന സിസ്റ്റം ഇല്ല. ഇല്ല മാതാജി, ഞാനത് ഡയറിക്കകത്ത് എഴുതി എല്ലാ ദിവസവും എടുക്കുക. എന്നാ വെച്ചാൽ വീണ്ടും ഒരു ഡിസ്കഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഡയറിക്കകത്ത് എഴുതി എടുക്കുന്നുണ്ട്. പിന്നെ സംശയങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർക്കുന്നുണ്ട്. പിന്നെ ലളിതമായ ഭഗവത്ഗീത, കുട്ടികളുടെ ഭഗവത്ഗീതയൊക്കെ വായിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് ബൈഹാർട്ട് ആക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കുള്ളൂ. ടഫ് ഒന്നും ചോദിക്കില്ല കേട്ടോ. ആയിക്കോട്ടെ. നന്ദി, നമസ്കാരം. ഭഗവത്ഗീത ചർച്ച ചെയ്യുന്ന 5 വിഷയങ്ങൾ ഏതൊക്കെ? ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട് അറിഞ്ഞൂടെ? അതൊക്കെ എന്താ ചർച്ച ചെയ്യുന്ന 5 വിഷയങ്ങള്? അതിപ്പോ ഒറ്റയ്ക്ക് ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, കാലം, കർമ്മം. ഭഗവാൻ ഈശ്വരൻ, ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, കാലം, കർമ്മം. അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് എത്ര അധ്യായങ്ങളുണ്ട് ഭഗവത്ഗീതയില്? അങ്ങനെയാണ്. അതുപോലെ അവസാനത്തെ 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഏത് യോഗത്തിലാണ് വരുന്നത്? ജ്ഞാനയോഗത്തില്. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഇപ്പൊ അതുപോലെ അർജുനന്റെ വില്ലിന്റെ പേരെന്താണ്? അതുപോലെ ഭഗവാന്റെ ശംഖിന്റെ പേരെന്താണ്?
പാഞ്ചജന്യം. അങ്ങനെയൊക്കെ അത്രയൊക്കെ തന്നെ വരുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ. 3 ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വ രജസ് തമോ ഗുണങ്ങൾ. സത്വം, രജസ്, തമസ്. അങ്ങനെ 4 യുഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് വേണമെങ്കിൽ വരാം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതെ. അതുപോലെ 3 വിഷ്ണു രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ സിമ്പിൾ അല്ലേ? കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. അത് അത്രയും എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുമെന്ന് അറിയില്ല. ഒരു വാക്കൊക്കെ എഴുതുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും ചോദിക്കാൻ. ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തി ഏതാണ്? ജീവഗണങ്ങള്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. 4 വർണ്ണങ്ങള്. 4 വർണ്ണങ്ങളെ. അതെ, അങ്ങനെ. 4 ആശ്രമങ്ങള് ചോദിക്കാം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. അതൊക്കെ ജനറൽ ആയിട്ട് നമുക്ക് അറിയണത് തന്നെയാ ഓൾറെഡി, അല്ലേ? മാതാജി, നാളെ 7 മണിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? 3 മണിയുടെ ഇരുന്നോളൂ. ഓക്കെ. 3 മണി ഞാൻ തന്നെയാ ചെയ്യണേ. അതല്ലെങ്കിൽ പിന്നെ രാവിലെ 6:30 വൈകിട്ട് 8:30 11:30 ക്ലാസ് ഉണ്ടോ? എന്താ? കേട്ടില്ല മാതാജി. കോഡ് ലിങ്ക് തന്നെയല്ലേ? ഒരാൾ ചോദിക്കോ? എല്ലാരും കൂടി ചോദിച്ചാ മനസ്സിലാവില്ലല്ലോ. രാവിലത്തെ ക്ലാസ്സിന്റെ ഇതന്നെയല്ലേ ലിങ്ക്? രാവിലത്തെ ക്ലാസ്സിന് ഇതന്നെയല്ലേ ലിങ്കും കോഡല്ലോ? അതെ അതെ. താങ്ക് യു. 30 അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ മാതാജി? ഏതാ? ഇന്ന് 8:30 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ മാതാജി? പറ്റും. ഇതേ ലിങ്കാ. ഹരേ കൃഷ്ണ മാതാജി. ഇത് പരീക്ഷ പറഞ്ഞത്? പരീക്ഷ പറഞ്ഞ ഡേറ്റ് എപ്പോഴാന്നാ പറഞ്ഞ? 18 അധ്യായം കഴിഞ്ഞാ പിറ്റേ ദിവസം. 18 അധ്യായം കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം. 8 അധ്യായം കൂടിയല്ലേ ഉള്ളൂ. അധ്യായം കൂടി. എന്നിട്ട് ഉടനെ തന്നെ ലെവൽ 2 തുടങ്ങുമോ മാതാജി? ഉടനെ തന്നെ തുടങ്ങും. എത്ര ലെവലാ മാതാജി? ലെവല് കുറെ ഉണ്ട്. ഇവിടെ 10 വർഷം നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത്രയും പഠിക്കാനുള്ള സിലബസ് ഇവിടെ ഉണ്ട്. മാതാജി, പരീക്ഷ പാസ്സായി മാത്രമേ പിന്നത്തെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുള്ളൂ? പരീക്ഷ എഴുതണം. അപ്പോഴാണ് ലെവൽ 2ലേക്ക് പോവുക. അത് പാസ്സായാൽ എങ്ങനെ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇരിക്കാൻ പറ്റൂ? മാർക്ക് കുറച്ച് കിട്ടിയാലും മതി, പാസ്സാക്കും. കട്ട് ഓഫ് ഒന്നുമില്ല. പക്ഷെ അതൊരു ഫോർമാലിറ്റി. പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള. പരീക്ഷ എഴുതിയവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷ എഴുതാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ ഇത്രയും ദിവസം 10 ദിവസം ക്ലാസ് എടുത്തതിന്റെ എനിക്ക് മുഴുവനും പിന്നെ ഇത് ഞാൻ 2 സ്ഥലത്തായിട്ട് മാറി മാറി താമസിക്കുന്നത്. അപ്പൊ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. ക്ലാസ്സിൽ എല്ലാ പ്രാവശ്യം ഇതുവരെ ആബ്സെന്റ് ആയിട്ടില്ല. അപ്പൊ എനിക്ക് മുഴുവൻ എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും. അത് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പറഞ്ഞുതരാം. ആരെ ഷെയർ ചെയ്ത് കൊടുക്കുക? ആരെങ്കിലും എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ മാതാജി അഡ്മിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇന്ന് ആൻസർ പറഞ്ഞ മാതാജിന്റെ നമ്പർ കിട്ടിയാലും മതി. ഇന്ന് ആൻസർ ചെയ്ത് മാതാജിന്റെ നമ്പർ കിട്ടിയാലും മതി. അവര് ഫുള്ളായിട്ട് പിന്നെ ക്ലാസ്സില് ആൻസർ ചെയ്യുന്നുണ്ട്. ആര് മനസ്സിലായില്ല? ഇന്ന് ആൻസർ പറഞ്ഞ മാതാജി ഇല്ലേ ഫുള്ളായിട്ട്? എന്താ അവരുടെ പേര്? അറിയില്ല മാതാജി. അതാ ഞാൻ പറഞ്ഞ അവരെ നമ്പറും പേരും ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഡൗട്ട് ചോദിച്ചാലും മതി എന്തെങ്കിലും. എന്നാ പിന്നെ മാതാജിമാരെ ഉപദ്രവിക്കണ്ടല്ലോ. അല്ല, റീന മാതാജിയോട് പറഞ്ഞാലും മതി. അഡ്മിനോട് പറഞ്ഞാൽ മതി.
ആ ശരി, ആയിക്കോട്ടെ. ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് ഈ ക്ലാസ് എടുത്ത് ഇങ്ങനെ ഇത് എന്നാണ് വളരെ വളരെ എന്നാണ് വിശദീകരിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വരെ പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലാവണം ഭഗവത്ഗീത. ഇതിപ്പോ നമ്മൾ ഫാസ്റ്റ് ആയിട്ടാണ് ലെവൽ 1 പോകുന്നത്. ഇനി അടുത്ത ലെവൽ 2 കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. റീന മാതാജിയോട് ഒന്ന് ഗ്രൂപ്പിലെ ഇത് ഇട്ട് തരാൻ വേണ്ടിട്ട് ഒന്ന് പറയണം മാതാജി. എന്നാൽ നമുക്ക് നോക്കി എനിക്ക് എടുക്കാലോ. എനിക്ക് എഴുതി എടുക്കാൻ മുഴുവനും പറ്റിയിട്ടില്ല. അല്ല, ഗ്രൂപ്പിൽ അങ്ങനെ ഇടണ്ടെന്ന് വെച്ചിട്ടാണ് മാതാജി. ആവശ്യമുള്ളവർക്ക് പേഴ്സണലായിട്ട് ഇട്ട് തരും അല്ലേ? ഓക്കെ. മാതാജി ക്വസ്റ്റ്യൻ ആൻസർ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും, നമ്മളെ ആൻസർ നമ്മൾ തന്നെ കണ്ടെത്തി എഴുതണം. അങ്ങനെ നമ്മൾ പഠിക്കണല്ലോ, മനസ്സിലാക്കണല്ലോ. ആ അത്രേ ഉള്ളൂ. എക്സാം പറയുമ്പോ പേടിക്കാനൊന്നുമില്ല. മാതാജി പറഞ്ഞ മാതിരി എളുപ്പമായിരിക്കും. പിന്നെ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ തന്നെ നമ്മളെ കളിയാക്കും. ഇത്ര സിമ്പിൾ ആയിട്ടാണ് ചോദ്യം ചോദിക്കണേന്ന് ചോദിക്കും നമ്മളോട്. നമ്മൾ എക്സാം എഴുതുമ്പോ നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത്രേ, പക്ഷെ എങ്കിലും നമ്മൾ പഠിക്കണം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി.